പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രം നന്ദി പറയുന്നു. നിത്യസ്തുതിക്കുന്ന അർഹനായ അങ്ങയെ സർവ്വചരാചരങ്ങളോടും ചേർന്ന് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പരിശുദ്ധിയാൽ നിറയാൻ അശുദ്ധരായ അധരങ്ങളുടെ ഇടയിൽ വസിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവേ, പുറമേ നിന്ന് ഒന്നിനും ഞങ്ങളെ അശുദ്ധമാക്കാൻ കഴിയില്ലെന്നും ഞങ്ങളുടെ ഉള്ളിലുള്ള വ്യഭിചാരചിന്ത, മോഷണം, പരസംഗം, വെറുപ്പ്, കോപം, പ്രതികാരവാഞ്ചന, അത്യാഗ്രഹങ്ങളാണ് ഞങ്ങളെ അശുദ്ധപ്പെടുത്തുന്നതെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പുറമേയുള്ള കടന്നുവരുന്ന ഒന്നിനും ഞങ്ങളെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് സ്നേഹം, ആർദ്രത, കരുണ, നന്മ, പരസ്നേഹം, കരുണ ഇവയാൽ നിറച്ച് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് കാണിച്ചതുപോലെ അനുകമ്പ കാണിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അവരനെ വിമർശിച്ച് വേദനിപ്പിച്ച് ഇല്ലാതാക്കിക്കൊണ്ടല്ല, അവരനെ സ്നേഹിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് കുറവുകൾ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുള്ള ദൈവീകതയെ ഞങ്ങൾക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയുക. അങ്ങനെയാണ് ആത്മാക്കളെ നേടുവാനായിട്ട് സാധിക്കുക. കുടുംബങ്ങളിൽ സമാധാനം നിലനിർത്തുവാനായിട്ട് കഴിയുക. കുടുംബത്തിലെ ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അവനെ ചേർത്ത് നിർത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും തിരുത്തി കൊടുക്കുവാനും ചെയ്യുന്ന വലിയ മനോഭാവത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ കൃപയും ചെയ്യുന്ന ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.